മഴയൊക്കെ അല്ലേ, എല്ലാവരും സൂക്ഷിച്ചും പെറുക്കിയൊക്കെ ഇരിക്കണം കേട്ടോ. ഈ മഴയൊന്നും നനഞ്ഞിട്ടുണ്ടെങ്കിൽ അസുഖങ്ങളുണ്ടാകും. ഇപ്പം ഇവിടെയൊക്കെ ആണെങ്കിൽ അപ്പടി പനിയായി തുടങ്ങി എല്ലാവർക്കും തന്നെ. ഒരു തരം പനി, കൊതുകും, ഭയങ്കര കൊതുകുമാണ്, ഒരു രക്ഷയില്ല. വാതിലൊന്നും തുറക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇത്രയൊന്നും കൊതുക് ഇവിടെ ഇല്ലായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മഴവെള്ളം കെട്ടി നിൽക്കണമെന്ന് പറയാൻ കുത്തി ഒഴുകി പോയിക്കൊണ്ടിരിക്കുക, പിന്നെ ഇവിടെ കെട്ടി നിൽക്കാനല്ലേ. അപ്പം എല്ലാവരും സൂക്ഷിക്കുക. പനി വന്നാൽ ഭയങ്കര മേല് വേദനയും മുട്ടുവേദനയൊക്കെയാണെന്ന് പറഞ്ഞു കേട്ടു. കൊറോണയാണോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടി ഇപ്പം. അപ്പം നമ്മൾ സൂക്ഷിക്കുക. നമ്മൾ പരമാവധി പുറത്തൊന്നും ഇറങ്ങി മഴ നനയാണ്ടിരിക്കുക. തിളപ്പിച്ചാറിയ വെള്ളമൊക്കെ കുടിക്കുക. ഇച്ചിരി ഗ്യാസൊക്കെ നഷ്ടപ്പെടും, എന്നാലും വേണ്ടില്ല. എല്ലാവരും അതൊക്കെ ചെയ്യുക. ആരോഗ്യമല്ലേ വലുത്, അല്ലേ? അപ്പം ഞാനിന്ന് പറയാൻ പോകുന്നത് എന്നാണെന്നറിയാവോ? നമുക്കെല്ലാവർക്കും സ്വന്തത്തെക്കായാലും ബന്ധത്തെക്കായാലും വലിയ സ്വത്തുക്കളാണ്, അല്ലേ? മിക്കവർക്കും തന്നെ അതെ. അവർ മാതാപിതാക്കളോട് പടവെട്ടിയാണെങ്കിൽ സ്വത്തൊക്കെ മേടിച്ച് വശം വയ്ക്കും. സഹോദരങ്ങൾ തമ്മിലാണെങ്കിലും സ്വത്തിൻ്റെ പേരിലാണ് അധികം പ്രശ്നങ്ങൾ. മക്കൾ അച്ഛനമ്മമാരുമായിട്ട് പ്രശ്നങ്ങൾ ഒക്കെ, അയൽവക്കംകാരുമായിട്ടും ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒരു വഴിക്ക് പോലും നമ്മൾ സ്ഥലം കൊടുക്കില്ല. നമ്മൾ ചിന്തിച്ച് നോക്കിയേ, വഴി വന്നിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തിൻ്റെ വില കൂടും. ഒരു വഴി വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ യാത്രാ സൗകര്യമൊക്കെ കൂടുതലേ. പക്ഷെ എന്നാലും വഴിക്ക് സ്ഥലം കൊടുക്കാതെ JCB വന്ന് പണിയുമ്പോൾ അതിൻ്റെ മുമ്പിൽ കിടക്കണവരും അതിനു വേണ്ടി വില പേശി അടിയേലാകണ നാട്ടുകാരും ഒക്കെയുണ്ട്. നമ്മളിങ്ങനെ വെട്ടിപ്പിടിച്ച് വെച്ചുകൊണ്ടിരിക്കും. എന്തിനാന്ന്? ഒരു തുണ്ട് ഭൂമി പോലും, അതായത് നമ്മുടെ ഒരു സ്ക്വയർ ഫീറ്റ് പോലും ആർക്കും വിട്ടുകൊടുക്കില്ല. നമ്മളിങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും. അവസാനം നമ്മൾ പോകുമ്പോൾ ഇതൊന്നും കൊണ്ടുപോകുന്നുമില്ല. ഒരൊറ്റ മനുഷ്യൻ കൊണ്ടുപോകുന്നില്ല. സ്വർണ്ണമാണെങ്കിലും വസ്ത്രങ്ങളാണെങ്കിലും സ്ഥലമാണെങ്കിലും പണമാണെങ്കിലും ഒന്നും. ബാങ്കിലൊക്കെ കിടപ്പുണ്ടെങ്കിൽ പിന്നെ അടുത്ത തലമുറയ്ക്ക് ഉപയോഗിക്കാം എന്തെങ്കിലും വയ്ക്കാം. സ്വത്തുക്കളാണെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ആ സ്വത്തുക്കൾ അവരുപയോഗിക്കണ്ടോയെന്ന് എങ്ങനെ അറിയണേ? ഇപ്പം ഞാനൊരു വീടുണ്ടാക്കി വെച്ചു. ആ വീട് എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ഉണ്ടാക്കി വെച്ചേക്കണേ. മക്കൾക്ക് അതല്ല ഇഷ്ടമെങ്കിൽ അവരെ തല്ലിപ്പൊടിച്ച് കളഞ്ഞിട്ട് അല്ലെങ്കിൽ അവരെ വിറ്റിട്ട് അവരുടെ വഴിക്ക് പോകുള്ളൂ. അപ്പം നമ്മൾ വീടുണ്ടാക്കിയും പൈസ കളഞ്ഞിട്ട് കാര്യമില്ലാന്ന്. വലിയ ബംഗ്ലാവ് പോലത്തെ വീടൊക്കെ ഉണ്ടാക്കിയിട്ട് എന്തോ ഒരു വീടുകളെ ഇപ്പോൾ വിൽക്കാൻ കിടക്കുന്നത്. ആർക്കും വേണ്ട, മക്കൾക്കൊന്നും വേണ്ട. പലരും പഴയ നമ്മുടെ തറവാട് വീടൊക്കെ ഇങ്ങനെ പറയും. നമുക്ക് ഭയങ്കര നൊസ്റ്റു അടിക്കും. നമ്മുടെ വീട്ടിൽ അങ്ങനെയാണ്, എൻ്റെ തറവാട് വീട് ഇങ്ങനെയാണെന്നൊക്കെ പറയും. ആ തറവാട്ട് വീട്ടിൽ കിടക്കാൻ ഒരൊറ്റ എണ്ണത്തിന് ഇഷ്ടമല്ല. കാരണം മോഡേൺ വീടുകൾ കാണുമ്പോൾ ആ വഴിക്ക് പോവുകയും ചെയ്യും. കയ്യിലെ കാശ് മുഴുവൻ കൊണ്ട് കളയുകയും ചെയ്യും. ആഡംബരത്തിൽ കൊച്ചു വീടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് പൈസ ലാഭമുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇഷ്ടം അല്ലെങ്കിൽ ഒന്ന് മെയിൻ്റനൻസ് ചെയ്ത് കൂട്ടിയെടുക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. വലിയൊരു വീട് പണിതിട്ട് അത് മെയിൻ്റനൻസ് ചെയ്ത് പിന്നെ കൂട്ടിയെടുത്താൽ പിന്നെ അതും പിന്നെയും മക്കളുടെ ഇഷ്ടത്തിന് ആകുന്നില്ലെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കി. അപ്പം വീടൊന്നും പണിത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മേടിച്ച് നമ്മൾ പൈസ കളയാതിരിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകണമില്ല. അപ്പം നമ്മുടെ ഇഷ്ടത്തിന് ഒരു പ്രാധാന്യം ഇല്ല കേട്ടോ അവിടെ. നമ്മളത് ചിന്തിക്കണം. നമ്മൾ വലിയ ഇഷ്ടമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിനകത്ത് ജീവിക്കുന്നുണ്ടോ? സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങിയാൽ നമുക്കതിനകത്ത് ജീവിച്ചു എന്ന് പറയാം. അതിനകത്ത് കിടന്നിട്ടും ഒരു കൊച്ചു വീടാണെങ്കിൽ പോലും ഉണ്ടാക്കിയിട്ട് അത് കടബാധ്യതയിലായിരിക്കും, അതിൻ്റെ മനപ്രയാസത്തിലായിരിക്കും നമ്മൾ കിടക്കണേ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ മനസ്സമാധാനത്തിൽ ഇരുന്നിട്ടില്ലെങ്കിലുണ്ടല്ലോ, നമുക്ക് ദൈവാധീനം ഇല്ലാണ്ടായി പോവുള്ളൂ. നമ്മുടെ വീട്ടിൽ സമാധാനവും സന്തോഷവും ഒരു ചിരിയും കളിയും ഒക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ ആ വീടിന് ഭയങ്കര ഐശ്വര്യമായിരിക്കും. കൊച്ചു വീട് മതിയെന്നേ, അതിനകത്ത് സന്തോഷത്തോടെ ഇരിക്കുക. അല്ലാണ്ട് വലിയൊരു വീടുണ്ടാക്കിയിട്ട് പരസ്പരം മിണ്ടുകയില്ല, ആരെയും കാണാറുമില്ല. ഒരു മുറിയിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് ചെന്ന കിലോമീറ്ററുകൾ പോണ വീടുകളും ഒക്കെ ഉണ്ട്. എനിക്കറിയാവുന്ന ഒരു വീടുണ്ട്. റിമോട്ടല്ല, ഫോൺ വെച്ചേക്കുക അടുത്ത മുറിയിലിരിക്കുന്ന ആളെ വിളിക്കാൻ വേണ്ടിയിട്ട്. അമ്മയുണ്ട്, പറ്റില്ലാത്തൊരമ്മയാണ്, നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അവർ ഒരു ബെല്ല് പോലത്തെ ഒരു സാധനം, ഒരു സ്വിച്ച് കൊടുത്തേക്കുക. ഈ ഹോസ്പിറ്റലുകളിലൊക്കെ വെച്ചേക്കണത്. അപ്പം അവർക്ക് പറ്റില്ലാതെ വരുമ്പോൾ സ്വിച്ച് അമർത്തുക, ഏതെങ്കിലും മുറിയിലുള്ള മക്കൾ വരും. അങ്ങനത്തെ ഒരു വീട് കോടിക്കണക്കിന് രൂപ കൊടുത്ത് പണിത് വെച്ചേക്കുക. റിമോട്ട് സിസ്റ്റമാണ്, ഗേറ്റും വാതിലും എല്ലാ സംവിധാനവും. ഭയങ്കര വീട്. എന്നിട്ട് ആ വീട്ടിൽ കിടക്കാനുള്ളവരോ നാല് മൂലയിലാണ് കിടക്കുന്നത്. മക്കളെല്ലാം പഠിക്കാനൊക്കെ വിദേശത്തിനൊക്കെ പോയി. ഭാര്യയുണ്ട്, ഭർത്താവും ഉണ്ട്, ഒരു അമ്മയുണ്ട്. അമ്മ ഒരു മൂലയിൽ കിടപ്പുണ്ട്. എന്നാ പറഞ്ഞിട്ട് കാര്യമിരിക്കണേ. ഭാര്യയ്ക്കാണെങ്കിൽ എന്തൊക്കെയോ അസുഖങ്ങളും അസ്വസ്ഥതകളും ഒക്കെയാണെന്നും പറഞ്ഞ് അവരും ഇങ്ങനെ നടക്കണ കാണാം. ഇതൊക്കെയാണ്. വേലക്കാരി ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. വേലക്കാരിക്ക് കിടക്കാനായിട്ട് വേറൊരു സ്ഥലം, അങ്ങനെ അതുമൊക്കെ ഉണ്ട് ഉള്ളൊരു വീട്. അപ്പോൾ ഇതൊന്നും നമ്മൾ കൊണ്ടുപോകുന്നില്ല. നമ്മൾ ചുമ്മാ പൈസ മുടക്കിയിട്ട് ചുമ്മാ അത്, എന്നിട്ട് ഇന്ന് അടിച്ചു വരാൻ പോലും ആളില്ലാതെ ഇങ്ങനെ കിടക്കുന്നു. വേലക്കാരുള്ള സമയത്തൊക്കെ കുഴപ്പമില്ല, അതങ്ങനെയൊക്കെ മുന്നോട്ട് വെക്കും. ഇതൊക്കെ ഇല്ലാത്ത ഒരു സമയം വരുവാണെങ്കിൽ എന്ത് ചെയ്യും? അതല്ല, ഇനി ഒരു കാലത്ത് മക്കളുടെ കൂടെ വിദേശത്തിന് പോകേണ്ടി വന്നാൽ ഈ വീടെന്ത് ചെയ്യും? ഇല്ലേ? അപ്പം നമ്മളെപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള വീടുകളൊക്കെ പണിയുമ്പം ഒന്ന് സൂക്ഷിച്ചും കണ്ടുമൊക്കെ പണിത് ബാക്കി പൈസ സേവ് ചെയ്ത് വെച്ചൊന്നും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും
ഒക്കെ സേവ് ചെയ്യുക. നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് മക്കൾക്ക് വേണ്ടി മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, അവരെ ജോലിയാകുന്നവരെ നമ്മൾ അവരുടെ കാര്യങ്ങൾ നോക്കിയാൽ മതി. അത് കഴിയുമ്പോൾ പിന്നെ അവരുടെ പറക്കാൻ വിടുക, അവരുടെ കാര്യം നോക്കട്ടെ എന്ന് വയ്ക്കുക. അപ്പോൾ അവർക്കും ഒരു പ്രാപ്തി ഉണ്ടാകും. ജീവിക്കണേ എങ്ങനെയാണെന്നൊക്കെ അവരും മനസ്സിലാക്കും. നമ്മൾ കേട്ടിട്ടുള്ള ഒരു കഥയാണ്, കഥയല്ല ജീവിതാനുഭവമാണ്. അലക്സാണ്ടർ ദി ഗ്രേറ്റ് എന്ന് പറയുന്ന ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാവുന്ന. അപ്പം ലോകം മുഴുവൻ കീഴടക്കണം എന്നാണ് പുള്ളിയുടെ ആഗ്രഹം. പുള്ളിക്കൊരു ഇഷ്ടപ്പെട്ട ഒരു കുതിര ഉണ്ടായിരുന്നു. ആ കുതിരപ്പുറത്ത് കയറി ഇങ്ങനെ രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് സ്വന്തമാക്കുക എന്നായിരുന്നു. 20ാമത്തെ വയസ്സിലാണ് ഈ അലക്സാണ്ടർ ചക്രവർത്തി രാജാവായി ചക്രവർത്തിയാകുന്നത്. അതായത് അച്ഛൻ ഫിലിപ്പ് രണ്ടാമൻ രാജാവിൻ്റെ മരണശേഷം, രാജാവിൻ്റെ മരണശേഷം രാജ്യത്തിൻ്റെ അധികാരം കിട്ടിയാണ്. ഏകദേശം ഒരു 35 വയസ്സ് വരെ എങ്ങാണ്ട് ഈ അലക്സാണ്ടർ ചക്രവർത്തി ജീവിച്ചിരുന്നുള്ളൂ. അപ്പം അച്ഛൻ്റെ അധികാരം കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും മകൻ വെട്ടിപ്പിടിക്കാവുന്ന മുഴുവൻ സമ്പാദിക്കുക എന്നുള്ളൊരു രത്നങ്ങളും വജ്രങ്ങളും സ്വരാജ്യങ്ങളും ഒക്കെ ഇങ്ങനെ ഒരിടത്തും പരാജയമില്ലാതെ ഇങ്ങനെ മുന്നേറിപ്പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു കപ്പൽ യാത്ര വന്നു. പുള്ളി കപ്പൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പുള്ളിക്ക് അന്നത്തെ കാലത്തെ മലമ്പനി പോലെ ഒരു അസുഖം പിടിപെടുന്നു. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ഡോക്ടർമാർ വന്ന് ചികിത്സിക്കുന്നു. എല്ലാ സജ്ജീകരണങ്ങളും കൊടുത്തു നിന്നിട്ടൊന്നും പുള്ളിക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. അവസാനം കുറേ കാലം ചികിത്സിച്ച് മലമ്പനിയുടെ കൂടെ ചിലർ പറയുന്നു പ്ലേഗ് എന്ന് പറയുന്ന അസുഖമില്ലേ, അതും കൂടെ ഉണ്ടായി എന്നാണ് പറയുന്നത്. എന്താണേലും മലമ്പനി നമുക്ക് ഇന്നത്തെ കാലത്തെ കൊറോണ പോലെ എന്തോ സാധനമായിരിക്കാം അല്ലേ, അതെന്താണേലും കയറി പിടിച്ചിട്ട് പുള്ളി 32ാമത്തെ വയസ്സിൽ മരിച്ചു പോകുന്നു. 35ാമത്തെ എങ്ങാണ്ട് വയസ്സിൽ മരിച്ചു പോകുന്നു. മരിച്ചു പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് പുള്ളിയുടെ വിശ്വസ്തന്മാരായ ആൾക്കാരെ വിളിച്ചിട്ട് പുള്ളി പറയുന്നു, ഞാൻ എൻ്റെ ശവമഞ്ചം കൊണ്ടുപോകുന്ന വഴിയിൽ രത്നങ്ങളും വജ്രങ്ങളും വൈഡൂര്യങ്ങളും എല്ലാം ഇങ്ങനെ സ്വർണങ്ങളും ഒക്കെ വഴി തോരെ ഇങ്ങനെ തൂക്കിയിടണം എന്ന് പറഞ്ഞു. എൻ്റെ ശവമഞ്ചം വഹിക്കുന്നത് എന്നെ ചികിത്സിച്ച ഡോക്ടർമാരായിരിക്കണം. അവരെ സഹായിച്ച നേഴ്സുമാർ എൻ്റെ ഈ ശവമഞ്ചത്തിൻ്റെ പുറകെ വരണം. ഡോക്ടർമാരായിരിക്കണം ശവമഞ്ചം വഹിക്കുന്നത്, ചുവന്നുകൊണ്ട് പോകുന്നത്. അപ്പം നേഴ്സുമാർ അങ്ങനെയുള്ള ശുശ്രൂഷ ചെയ്തവരില്ലേ, അവരായിരിക്കണം ഡോക്ടർമാരുടെ പുറകെ വരേണ്ടത്. പിന്നെ എൻ്റെ 2 കൈകളും ശവമഞ്ചത്തിൻ്റെ പുറത്തേക്ക് നിവർത്തി വെച്ചേക്കണം, ഇങ്ങനെ നിവർത്തി ഇട്ടേക്കണം എന്നിങ്ങനെ പുള്ളി തൻ്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞു. അങ്ങനെ പുള്ളി മരിച്ചു. അതേ രീതിയിൽ തന്നെ ശവം അടക്കി എന്നാണ് പറയുന്നത്. കാരണം കൈകൾ പുറത്തേക്കിട്ട് മുത്തുകളും രത്നങ്ങളും വഴുതിയിളത്തൂളി ഡോക്ടർമാർ വഹിച്ച് ഒക്കെ പുള്ളിയുടെ ശവമടക്ക് കഴിഞ്ഞു. ഇതിൽ നിന്ന് ഒരു പാഠം പുള്ളി സമൂഹത്തിന് ലോകത്തിന് കൊടുത്ത ഒരു വാക്ക് എന്താണെന്ന് വെച്ചാൽ, പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല, ഞാൻ ഒന്നും ഇതെല്ലാം വെട്ടിപ്പിടിച്ചാലും എൻ്റെ കൈകൾ ശൂന്യമാണ്, എനിക്കൊന്നും കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്ന്. പിന്നെ വെട്ടിപ്പിടിച്ച രത്നങ്ങളും വൈരങ്ങളും ഒന്നും എനിക്ക് ഉപയോഗിക്കാൻ സാധിച്ചില്ല, വെറുതെ വെട്ടിപ്പിടിച്ചത് ആണ് എന്ന്. പിന്നെ ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നുള്ള ചികിത്സ വന്നാലും നമ്മൾ പോകേണ്ട സമയമാകുമ്പം അങ്ങ് പോകും. അതിന് എത്ര ഡോക്ടർമാർ അല്ലെങ്കിൽ ആരൊക്കെ നിരൂപിച്ചാലും നമുക്ക് ദൈവം ഒരു സമയം തന്നിട്ടുണ്ട്, ആ സമയത്തിന് അപ്പുറത്തോട്ട് നമ്മൾ പോവുകയില്ല എന്ന് ഇങ്ങനെ നമുക്ക് ഇതിനെ പറയാം. അല്ലെ, അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഉദ്ദേശങ്ങളും. അപ്പം നമ്മൾ വെറുതെയാണ് പടയം വെട്ടി നമ്മുടെ സുഹൃത്തുക്കൾ സ്വന്തക്കാരും ബന്ധുക്കളും അച്ഛനമ്മമാരും ഒക്കെ ആയിട്ട് പടയം വെട്ടി നമ്മൾ അയൽക്കാരും ഒക്കെ ആയിട്ട് സമ്പാദിക്കുന്നതൊന്നും നമ്മൾ ആരും കൊണ്ടുപോകുന്നില്ല ഇല്ലേ. ഒരു വസ്ത്രം കൊണ്ടുപോയാലായി, അത്രയേ ഉള്ളൂ. നമ്മുടെ ശരീരം പോലും നമ്മൾ ഉപേക്ഷിച്ച് പോകുന്നേ. നമ്മുടെ ആത്മാവ് ആദ്യം പോകും, പിന്നെ നമ്മുടെ ശരീരം എവിടെയെങ്കിലും കൊണ്ട് കത്തിക്കുകയോ ദഹിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അത്രേ ഉള്ളൂ. എല്ലാം നമുക്ക് നഷ്ടപ്പെടുന്ന സാധനം. ആത്മാവ് ഒന്ന് ഓർത്ത് വയ്ക്കുക, അതൊക്കെ ആദ്യമേ സ്ഥലം വിടും രക്ഷപ്പെട്ട്. പിന്നെ ഒരു ജന്മം ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പം നമ്മൾ ഈ പട കൂടിയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളൊന്ന് ഓർക്കുക, നമ്മൾ എല്ലാവരോടും ക്ഷമിക്കാനൊരു മനസ്സ് വയ്ക്കുക. ക്ഷമ എന്ന് പറയുന്നുണ്ടല്ലോ, നമുക്ക് എല്ലാത്തിനോടും ഒരു നന്ദി ഉണ്ടായിരിക്കുക. അല്ലാതെ നമ്മൾ ഈ വെട്ടിപ്പിടിക്കാൻ മാത്രം നല്ലത്. നമുക്ക് കിട്ടുന്നതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക. നമ്മളൊരു കടലാസ് എടുത്ത് വെച്ചിട്ട് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും നമുക്ക് നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങൾ എഴുതി നോക്കിയിട്ടുണ്ടെങ്കിൽ കിട്ടിയതായിരിക്കും കൂടുതൽ നമുക്ക് എഴുതാനുള്ളത്. എന്നാലും നമ്മൾ സംതൃപ്തരല്ല. ആ കിട്ടിയതിനെ ഓർത്ത് പോലും നമുക്ക് ഒരു സെക്കൻഡ് പോലും സന്തോഷത്തോടെ ഇരിക്കാൻ നമുക്ക് സാധിക്കില്ല. ഒന്ന് ചിന്തിച്ച് നോക്കി, ഒരു വിജയം ഉണ്ടായി അല്ലെങ്കിൽ ഒരു ജോലി ഉണ്ടായി, ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിൽ കൂടുതൽ അത് നിൽക്കില്ല. അത് കഴിഞ്ഞ് ജോലി കിട്ടിക്കഴിഞ്ഞാലുള്ള മനുഷ്യൻ്റെ അവസ്ഥ എന്താണെന്നൊന്ന് ചിന്തിച്ച് നോക്കി. ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചും നേർച്ചയും കഴിച്ചും ഇങ്ങനെ നമ്മൾ നടക്കും. ഒരു ജോലി കിട്ടിക്കഴിയുമ്പോഴോ പിന്നെ ലീവ് എടുക്കണ കാര്യത്തെക്കുറിച്ചായി, എനിക്ക് പോകണം, അവിടെ ഭയങ്കര പണിയാണെന്ന് പറഞ്ഞ് പിന്നെ അങ്ങനെ പറഞ്ഞാൽ തന്നെ ആ ജോലിയുടെ ആത്മാർത്ഥത കാണുകയില്ല. ഞാൻ കണ്ടിട്ടുണ്ട് ചിലർ പെൻഷൻ പറ്റാറായി എന്ന് പറയും, സർക്കാർ ഉദ്യോഗസ്ഥർ പെൻഷൻ പറ്റാറായി കഴിയുമ്പോൾ ഒത്തിരി ലീവ് കിടക്കുക, അതുകൊണ്ട് ലീവ് എടുത്തേക്കുക എന്ന് പറയും. പിന്നെ ഇവർ വീട്ടിലെ 56 വയസ്സ് കഴിയുമ്പോൾ പിന്നെ വീട്ടിൽ കുത്തിയിരിക്കാനുള്ളവരാ.
എന്നാലും ആ ഒരു 2 മാസം പോലും ജോലിക്ക് പോകാതെ ഇത്രയും സമയത്തെ നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് ഉള്ള ആ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞ് ആ ജോലിക്ക് പോകാതെ ആ സമയത്ത് ആ 2 മാസം ലീവ് എടുത്തിരിക്കുക. കാരണം ലീവ് മിച്ചം കിടക്കുകയാണ്. എന്തൊരു സൂക്കേടാണെന്ന് നിങ്ങളും ചിന്തിച്ചു നോക്കുക. പിന്നെ ഫുൾ ടൈം വീട്ടിൽ കൂടെ ഇരിക്കാനുള്ളവരാണ് ഇപ്പോൾ കാണിക്കുന്ന പരിപാടികൾ. പിന്നെ ആ കസേര പോയി ഒന്ന് ഇരിക്കാൻ പോലുള്ള യോഗം ഇല്ലാന്ന് ഓർക്കണം. അപ്പം നമുക്കെപ്പോഴും നമ്മൾ ചെയ്യുന്നതിനോടൊരു ആത്മാർത്ഥം ഉണ്ടെങ്കിൽ നമ്മളങ്ങനെ കാണിക്കില്ല ഇല്ലേ. ചിലർ ഇങ്ങനെ പറഞ്ഞേക്കാം, ഓ പെൻഷനാകാറായിട്ടോന്ന്. കൂട്ടി നോക്കുമ്പോൾ പ്രായം അല്ല 10-50 വയസ്സൊക്കെ ആയി കാണുള്ളൂ. അതിനും കിടക്കുമായിരിക്കും 5-6 വർഷം. എന്നാലും പറയും, ഓ പെൻഷനായില്ലേ, ഇനി വലിയ പേപ്പറിലൊന്നും ഒപ്പിടേണ്ട കാര്യമൊന്നുമില്ല എന്നേ, ചുമ്മാ പുല്ലാപ്പ് പിടിച്ചു വെക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ പറയും. ഒത്തിരി ഉദ്യോഗസ്ഥന്മാരാണ്. ഞാൻ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ കൂടെ ജീവിച്ചതുകൊണ്ട് ഇങ്ങനെ കുറേ പേരുടെ കഥകൾ ഇങ്ങനെ കേൾക്കാൻ ഇടവായോ. അല്ലെങ്കിൽ നമ്മൾ അറിയില്ല, സാധാരണക്കാർക്കൊന്നും ഇതിങ്ങനെ ലീവ് എടുക്കണോ അതൊക്കെയല്ലേ അറിയത്തുള്ളൂ. ഇതിങ്ങനെയുള്ള കുറേ കഥകൾ മടിയന്മാരാണ്. ജോലി കിട്ടണവരേ ഉള്ളൂ നമുക്ക് ഈ ആത്മാർത്ഥതയൊക്കെ. ജോലി കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ആത്മാർത്ഥത നഷ്ടപ്പെടും. അപ്പം നമ്മൾ അങ്ങനെയൊന്നും ആയിരിക്കരുത്. നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യുക. എന്നും കൊണ്ടുപോകുന്നില്ല എന്നുള്ള ചിന്തയോടുകൂടി മാത്രം ഈ ലോകത്ത് ജീവിക്കുക. വെറും കൈയോടെയാണ് മടങ്ങുന്നതെന്ന ചിന്ത നമ്മുടെ എപ്പോഴും ഉള്ളിലുണ്ടായിരിക്കണം. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുക. വാശിയും വൈരാഗ്യവും ഒക്കെ എന്തിൻ്റെ പേരിലാണ്? ചുമ്മാ എട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടല്ലേ വാശിയും വൈരാഗ്യവും കാണിക്കുന്നത്. നമുക്ക് ഇല്ലാത്ത ഒന്നിനെ മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കങ്ങോട്ട് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇത്തിൽക്കണ്ണിയുടെ സ്വഭാവമായിട്ടിരിക്കണോണ്ടാണ് നമുക്ക് ദുഃഖങ്ങൾ വരുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുള്ളതിൽ നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ പോട്ടെ, നമുക്കുള്ളതിൽ ജീവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വിഷമത്തിൻ്റെ ആവശ്യമില്ല. അതിന് നമ്മളെന്നാ കാണിക്കും, എല്ലാവരെയും പട്ടപോരിക്കും നമ്മൾ മേടിക്കും. ഒരു വാടക വീടാണെങ്കിലും സ്വന്തമായിട്ടുണ്ടായാൽ നമ്മൾ ഭാഗ്യവാന്മാരാണ്. അതെന്ത് നമ്മൾ ചിന്തിക്കാത്ത? അതുപോലും ഇല്ലാത്ത എത്രയോ പേര് കടത്തിണ്ണകളിൽ കൂടെ കിടപ്പുണ്ട്. അപ്പം നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഒന്ന് സന്തോഷത്തോടെ ജീവിക്കുക. ഈ ലോകത്തുനിന്ന് പോകുമ്പോൾ അലക്സാണ്ടർ ചക്രവർത്തിയെ പോലെ നമുക്ക് സമാധാനത്തോടെ പോകാൻ സാധിക്കും. എത്ര വെട്ടിപ്പിടിച്ചാലും ഇത്രയൊക്കെ ഉള്ളൂ ജീവിതം. അത് ഏത് മേഖലയിലുള്ളവരാണെങ്കിലും, ജോലിക്കാരാണെങ്കിലും, രാഷ്ട്രീയക്കാരാണെങ്കിലും, കുടുംബക്കാരാണെങ്കിലും, ഭൂസ്വത്തുള്ളവരാണെങ്കിലും, ബിസിനസ്സുകാരായ ആർക്കാണെങ്കിലും ഇതേ ഉള്ളൂ. എല്ലാവർക്കും ഇത്തരം അവസരങ്ങളാണ്. ടാറ്റയ്ക്ക് എന്തെല്ലാം സ്വത്തുകൾ ദൂരം ഉണ്ടായിരുന്നു, പോയപ്പോൾ കൊണ്ടുപോയോ? ഇല്ലല്ലോ. ഇത്രയൊക്കെ നമുക്കുള്ളൂ. നമ്മളെന്നും പോയിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിനൊന്നും സംഭവിക്കില്ല എന്നേ. അപ്പോൾ പിന്നെ ഈ വെട്ടിപ്പിടിക്കാനും കെട്ടിപ്പിടിക്കാനും ഒക്കെ നമ്മളെന്തിനാണ് നടക്കുന്നത്? ഈ വഴക്കുണ്ടാക്കാൻ നടക്കുന്നത് എന്തിനാ? എല്ലാവരും അങ്ങനെ ചിന്തിക്കണം. അല്ലാണ്ട് ഒരു കൂട്ടർ മാത്രം, ഇപ്പം ഞാൻ മാത്രം ചിന്തിച്ചാൽ പറ്റില്ല, മറ്റുള്ളവരും കൂടെ ചിന്തിക്കണം. നമ്മൾ ഈ ലോകത്ത് കുറച്ചേ ഉള്ളൂ, എല്ലാവരോടും വഴക്കുണ്ടാക്കൊണ്ടിരിക്കരുത് എന്ന് ഇല്ലേ. കാരണം ഈ പ്രളയം ഒന്ന് വന്നാൽ മതി തീരാൻ. ഒരു കൊറോണ വന്നാൽ തീരാവുന്നതേ ഉള്ളൂ. എല്ലാം ഒന്ന് ചിന്തിച്ച് നോക്ക്. അവിടെയാണ് നമ്മൾ ഈ വൈരാഗ്യവും വെറുപ്പും ദേഷ്യമൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ബൈ.